കൊടകര കുഴൽപ്പണ കേസിൽ തിരൂർ സതീഷ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കേസിലെ പ്രധാന സാക്ഷി തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്നും 6 കോടി രൂപയുടെ കള്ളപ്പണം BJP ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. കേസ് അന്വേഷിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ കേൾക്കാൻ തയ്യാറാകാതെ BJP നേതാക്കളെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് എന്ന് തിരൂർ സതീഷ് പറഞ്ഞു. കൊടകര കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആ കുറ്റപത്രത്തിൽ BJPയുടെ പേരോ അത്തരത്തിൽ BJP നേതാക്കൾക്കെതിരെയോ ഒരു കാര്യവും തന്നെ പറഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് തിരൂർ സതീഷ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ സ്വകാര്യ അന്യായം 2 മാസങ്ങൾക്ക് മുമ്പേ ഫയൽ ചെയ്തിരിക്കുന്നു. താങ്കൾ സ്വകാര്യ അന്യായം നൽകിയിരിക്കുന്നു, അതിൽ എന്താണ് പറയുന്നത്? സ്വകാര്യ അന്യായം ഞാൻ കൊടുക്കാനുള്ള കാരണം ഈ കുറ്റക്കാരി രക്ഷപ്പെടരുത്. ഇതിൽ ആരെയൊക്കെയാണ് ഈ സ്വകാര്യ അന്യായത്തിൽ പ്രതികളാക്കി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇതിൽ അന്ന് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്ന അനീഷ്, ജനറൽ സെക്രട്ടറി ഹരി, ട്രഷറർ സുജയ് സേനൻ, ഇവരെയാണ് പ്രധാനമായിട്ടും ഞാൻ അന്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ED ഇത് അന്വേഷിച്ചിട്ടില്ലല്ലോ, അന്വേഷിക്കാണ്ടാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ED അന്വേഷിക്കണമെങ്കിൽ ഈ പണത്തിൻ്റെ ഉറവിടം അറിയണമല്ലോ. ആദ്യം തന്നെ ഈ പണം കൊണ്ടുവന്ന ആൾ ധർമ്മരാജ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തിന് ഈ 3.5 കോടി രൂപ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ടോയെന്ന് അറിയണ്ടേ? അദ്ദേഹത്തിന് ഈ 3.5 കോടി രൂപ എവിടുന്ന് കിട്ടിയെന്ന് അറിയണ്ടേ? ഈ പണത്തിൻ്റെ ഉറവിടം അന്വേഷിച്ചാലല്ലേ ഇത് എന്തിനുള്ള പണമാണെന്നുള്ളത് അറിയുള്ളൂ. ആ പണത്തിൻ്റെ ഞാൻ അന്വേഷിച്ചിടത്തോളം ധർമ്മരാജൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 3.5 കോടി രൂപ കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയുള്ള ആളല്ല അദ്ദേഹം. അദ്ദേഹത്തിന് പിന്നെ ഈ പണം എവിടുന്ന് കിട്ടി? ആരാണ് അദ്ദേഹത്തിന് ഈ പണം കൊടുത്തത്? എങ്ങനെയാണ് ആ പണം തൃശ്ശൂർ എത്തിയത്? ആ പണം എങ്ങനെയാണ് കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ടത്? ഇതെല്ലാമാണ് അന്വേഷിക്കേണ്ടത്. ഞാൻ കൊടകര കുഴൽപ്പണ കേസിൽ ഒരു സാക്ഷിയാണ്. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ അതിൽ സാക്ഷിയാണ്. ഇങ്ങനെയുള്ളൊരു സാക്ഷിയാണ് ഈ വെളിപ്പെടുത്തൽ ഞാൻ നടത്തിയിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ഈ പറഞ്ഞ ആളോട് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും അന്വേഷിക്കാനുള്ള ബാധ്യത EDക്കില്ലേ? അന്വേഷണം ഒരു പ്രഹസനമാക്കി മാറ്റരുത്. ED വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലാണ് ED ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചതായി എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ കേസിൽ നിർണായക സാക്ഷിയായിട്ടുള്ള ആളാണ് തിരൂർ സതീഷ്. സതീഷിനെ കേൾക്കാൻ പോലും ED തയ്യാറായിട്ടില്ല എന്നതാണ് ഈ കേസിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സ്വകാര്യ അന്യായവുമായി സതീഷ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.